Hello students, welcome to Masterminds Education online classes. So, നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എന്താണ്? സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്രാവശ്യം തൊട്ടിട്ട് നമ്മൾ എക്സാമിന്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. ഓക്കേ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ചെറിയ ഡിഫറൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അതേപോലെ തന്നെ, പക്ഷേ അതിൻ്റെ ഒരു പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ആ മോഡലിലല്ല വരിക, അതിൽ 4 സെക്ഷൻസ് ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം അത് സെക്ഷൻ എ ആൻഡ് ബി എന്നാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും. കഴിഞ്ഞതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു, ഫുൾ ഒബ്ജക്റ്റീവ്സ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റേൺ നോക്കിയാലോ. സോ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 6 മൊഡ്യൂൾസ് ഉണ്ട്. സോ അതിൻ്റെ വെയിറ്റേജ് മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 100 മാർക്കിനാണ് എക്സാം എന്ന് എല്ലാവർക്കും അറിയില്ലേ? 100 മാർക്കിന് എക്സാം 3 മണിക്കൂർ. ഓക്കെ, അതെല്ലാവർക്കും അറിയില്ലേ? 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടൽ. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ എ, സെക്ഷൻ ബി. ഫസ്റ്റത്തെ 30 ക്വസ്റ്റ്യൻസ് സെക്ഷൻ എ ആയിരിക്കും. പിന്നെ 35 to 45 എന്ന് പറയുന്ന അടുത്ത പാർട്ട് 31 to 45 എന്തായിരിക്കും? സെക്ഷൻ ബി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് വെയിറ്റേജ് മാർക്ക് വരുന്നത്. കോർഡിനേറ്റ് ജോമെട്രിക്ക് 15 ആണ്, അൾജിബ്ര 12, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിന് അൾജിബ്ര 17, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് 12, കാൽക്കുലസ് 30, വെക്ടർ ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി 17, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ് 9. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്? കാൽക്കുലസ് ആണ്. ഓക്കെ, കാൽക്കുലസ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ, അതെല്ലാവരും നന്നായിട്ട് നോക്കണം കേട്ടോ, കാൽക്കുലസിൻ്റെ പോർഷൻ. ബാക്കി നോക്കണം. നമ്മൾ വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ളത് എപ്പോഴും നോക്കി വെക്കണം, നല്ലതല്ലേ? ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ, മാക്സിമം മാർക്ക് 100 ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ദ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 45 ക്വസ്റ്റ്യൻസ്. എല്ലാം കമ്പൾസറി ആയിട്ട് എഴുതണം. പിന്നെന്താണ്, എല്ലാ ക്വസ്റ്റ്യനും നേരെ മാർക്ക് തന്നിട്ടുണ്ട്. മാക്സിമം 1, പിന്നെ 2, 4, 6 ഇത്രയാണ് മാർക്ക് വരുന്നത്. ഓക്കെ, സെക്ഷൻ എ എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയാണ്? 1 മുതൽ 29 വരെയാണ് സെക്ഷൻ എ എന്ന് പറയുന്നത്. 1 to 29. അതിൽ 1 to 20 അതിൽ തന്നെ 2 പാർട്ട് ഉണ്ട്. സെക്ഷൻ എ എന്ന് പറയുന്നതിൽ അതിൽ തന്നെ എ ബി എന്ന് പറയുന്ന 2 പാർട്ട് ഉണ്ട്. എയിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1 to 20ൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിനൊക്കെ ഓരോ മാർക്ക് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സെലക്ട് ആൻഡ് റൈറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഔട്ട് ഓഫ് 4 ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ് തരും, അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എഴുതാം. ദെൻ അതിന് 1 മാർക്കാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താണ്, ചിലതിന് ഇന്റേണൽ ചോയ്സ് വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണത്. ഇന്റേണൽ ചോയ്സ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഇൻ സം ഓഫ് ദീസ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു അറ്റംപ്റ്റ് ഓൺലി വൺ ഓഫ് ദ ഗിവൺ ചോയ്സസ് ഇൻ സച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യന് 2 പാർട്ട് ഉണ്ടാവും. എ അല്ലെങ്കിൽ ബി എഴുതാനുണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ എ എഴുതാം, അല്ലെങ്കിൽ ബി എഴുതാം. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1 to 20 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കുള്ളൂ. ഓക്കെ, അപ്പോൾ തെറ്റിച്ചാൽ 1 മാർക്ക് പോയത് തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് എന്താ പറയുക, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അത് കുറേ ഫോർമുലാസ് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ചെറിയ ഫോർമുലാസ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ഒരുവിധം എല്ലാ ഫോർമുലാസും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഏതാണ് ബി പാർട്ട്? എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 21 to 29 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അതെന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ എങ്ങനെയാണ് വരുന്നത്? 21 to 24 4 ക്വസ്റ്റ്യൻസ് 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ 21 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് എ പാർട്ടും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. ഇതിന് 1 മാർക്കാണ്, ഇതിന് 1 മാർക്കാണ്. അങ്ങനെ 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് 21 to 24 ക്യാരി 2 മാർക്സ്. അതായത് എന്താണ്, 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പാർട്ട് ഉണ്ട്. ആ 2 പാർട്ടിൽ ഒരു സബ് പാർട്ടിന് 1 മാർക്ക് വെച്ചിട്ട്, വിത്ത് 2 സബ് പാർട്സ് ഓഫ് 1 മാർക്ക് ഈച്ച്. 2 സബ് പാർട്ട് ഉണ്ട്,
അതിൽ ഒരു പാർട്ടിന് 1 മാർക്ക് 1 മാർക്ക്, അങ്ങനെ 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ 2 മാർക്കുള്ള 4 ക്വസ്റ്റ്യൻസ് 21 to 24. പിന്നെ 25 to 28 വരെ 4 മാർക്സ്. അതായത് എങ്ങനെ 25th ക്വസ്റ്റ്യൻ അതിന് എ പാർട്ട്, ബി, സി, ഡി, ഇതിനൊക്കെ ഓരോ മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് വിത്ത് 4 സബ് പാർട്ട്, എ, ബി, സി ആൻഡ് ഡി. 4 സബ് പാർട്ട് ഉണ്ട്, 1 മാർക്ക് ഈച്ച്. 1 മാർക്ക് വീതമുള്ള 4 ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ് 25, 26, 27, 28. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 29th ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ക്യാരീസ് 6 മാർക്സ്. 29th ക്വസ്റ്റ്യന് 6 മാർക്കാണ്. അതെങ്ങനെയാണ്? 6 സബ് പാർട്ട് ഉണ്ടാവും, ഓരോ സബ് പാർട്ടിനും 1 മാർക്ക് വെച്ചിട്ട്. ക്ലിയർ അല്ലേ? Attempt these questions as per the instructions given for each of the questions. ഇവിടെ 21 ആണ് കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 21 to 29 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ എ മനസ്സിലായില്ലേ? അതായത് സെക്ഷൻ എ തന്നെ 2 പാർട്ട് ഉണ്ട്, 1 to 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ 21 to 29 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, അതിൽ തന്നെ പാർട്ടാണ്. 21 to 24 എന്താണ്? 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ എങ്ങനെയാണ്? 2 സബ് പാർട്ട് ഉണ്ടാവും, 1 സബ് പാർട്ടിന് 1 മാർക്ക് വെച്ചിട്ട്, അങ്ങനെ 2 മാർക്ക്. ദെൻ 25 to 28 വരെ എന്താണ്? 4 സബ് പാർട്ട് ഉണ്ടാവും, ഓരോ മാർക്ക് വീതമുള്ള 4 സബ് പാർട്ട്, അപ്പോൾ 4 മാർക്ക് ആയില്ലേ ഒരു ക്വസ്റ്റ്യന്, അങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ്. പിന്നെ 29th ക്വസ്റ്റ്യനിൽ 6 മാർക്കാണുള്ളത്, 6 സബ് പാർട്ട് ഉണ്ടാവും, ഓരോ സബ് പാർട്ടിനും ഓരോ മാർക്ക്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ ബി ആണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ ബി കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 30 to 38, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 2 മാർക്സ്. സെക്ഷൻ ബിയിൽ എങ്ങനെയാണ്? 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ 30 to 38 വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ 39 to 43 ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്, കുറച്ചുകൂടെ ലെങ്ത് കൂടുതലുള്ളതായിരിക്കും. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 4 മാർക്ക്, 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 44 to 45 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 6 മാർക്സ്. അതായത് 6 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണ്? സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ തന്നെ ആൻസർ നോക്കുകയാണെങ്കിൽ ചില ഇത് തെറ്റുണ്ട്. ഓക്കെ, ചില ഓപ്ഷൻസ് ഈ 1 വേർഡൊക്കെ വരുന്നതിൽ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്, അല്ലാണ്ടും തെറ്റൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. കറക്റ്റ് ആ ഓപ്ഷൻ തന്നെ കാണാപ്പാഠം പഠിക്കരുത്. വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ഞാൻ ആ മിസ്റ്റേക്കൊക്കെ മാറ്റിയിട്ട് ആണ് വീഡിയോ എടുക്കുന്നത്, വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ ചെറിയ ആൻസറിൽ ചെറിയ ചെറിയ ഇതുണ്ട്, എന്ത് മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്നും എല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 1 to 20 ആർ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓഫ് 1 മാർക്ക് ഈച്ച്. ആൻഡ് ഇന്റർണൽ ചോയ്സ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ സം ഓഫ് ദീസ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു അറ്റംപ്റ്റ് ഓൺലി വൺ ഓഫ് ദ ഗിവൺ ചോയ്സസ് ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ. അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിനെ ഒരു ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. വെറുതെ ഒരു മാർക്ക് ഉള്ളതാണ് അത് കളയാൻ നിൽക്കരുത്, ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഏതാണോ അത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് പാർട്ട് എന്താണ്? ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റ് 4 - 1 ആണ്, ബി എന്ന് പറയുന്നത് 7 2 ആണ്. അപ്പോൾ ഈ 2 കോർഡിനേറ്റ്സ് ജോയിൻ ചെയ്യുക. അതായത് എ ബി എന്ന് പറയുന്ന 2 കോർഡിനേറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മിഡ് പോയിന്റ് ഉണ്ടല്ലോ, അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാ ചെയ്യാം. അത് ചെയ്യാൻ നമുക്ക് ഫോർമുല അറിയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചല്ലേ ഏതാ ഫോർമുല എന്ന്? ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എന്ത് ചെയ്യുക? ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, മൊഡ്യൂൾ വൈസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് എഴുതി വയ്ക്കുക. എന്നിട്ട് എക്സാമിന് തലേന്ന് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ
കുറച്ചുകൂടെ നമുക്ക് ഓർമ്മ കിട്ടിക്കോളും. ഓക്കെ, മറ്റേത് കുറേ ഉണ്ടാകുമ്പോൾ എഴുതി വെക്കാതെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ എഴുതി വെക്കുക ഈ ചാപ്റ്ററിൽ ഇത്ര ഇക്വേഷൻസ് ഉണ്ട് എന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കോർഡിനേറ്റ് എങ്ങനെ കാണാം? x1 plus x2 by 2, y1 plus y2 by 2. അതായത് x1 plus x2 by 2 plus y1 plus y2 by 2. അപ്പോൾ ഇവിടെ x1 എന്താണ്? നമ്മുടെ പോയിന്റ് ഏതൊക്കെയായിരുന്നു? 4 minus 1 ആൻഡ് 7 2 ആയിരുന്നു അല്ലേ? ഈ രണ്ട് ലൈൻസ്, ഇതിവിടെ ഈ പോയിന്റ് ഉണ്ട്, ഇവിടെ ഈ പോയിന്റ് ഉണ്ട്, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കാണാനുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇവിടെ x1 എന്ന് പറയുന്നത് 4 ആണ്, y1 എന്ന് പറയുന്നത് -1 ആണ്, x2 7 ആണ്, y2 2 ആണ്. സോ ഈ ഇക്വേഷനിൽ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, അത് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? x1 plus x2, അതായത് 4, x1 എന്ന് പറയുന്നത് 4ഉം x2 7ഉം ആണ്. സോ 4 plus 7 by 2, y1 plus y2, y1 എന്ന് പറയുന്നത് -1 ആണ്, y2 2 ആണ്. സോ -1 plus 2 by 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11 by 2, 1 by 2. അതായത് നമ്മളെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ ഡി ആണ് നമ്മളെ ആൻസർ. ക്ലിയർ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് എഴുതുമ്പോൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. അതായത് ഈ ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുല എഴുതി വെച്ചോളൂ കേട്ടോ. കാരണം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഓപ്ഷൻ എഴുതുന്നതിനേക്കാളും നല്ലത് ഇത് എന്തായാലും വർക്കൗട്ട് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ഓപ്ഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അഥവാ ആൻസർ തെറ്റാണെങ്കിൽ ആ മാർക്ക് 1 മാർക്ക് പോയില്ലേ. ആദ്യം എന്ത് ചെയ്യുക? ഫോർമുല എഴുതി വെക്കുക. ഓക്കെ, എന്തുണ്ടെങ്കിലും ഫോർമുല വെച്ച് ചെയ്യേണ്ടതാണെങ്കിൽ ആദ്യം ഫോർമുല എഴുതി വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആൻസർ ചിലപ്പോൾ തെറ്റിയാലും ഈ ഫോർമുല ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നോക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടുതരാൻ തോന്നിയ മാർക്കൊക്കെ കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ ഫോർമുല വെച്ച് ചെയ്യേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യുക? ഇക്വേഷൻ അങ്ങ് എഴുതി വയ്ക്കുക ആദ്യം, എന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഓപ്ഷൻ ഡി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ആൻസർ കിട്ടുമല്ലോ, അത് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഓപ്ഷൻ എന്തായാലും എഴുതണം, കാരണം ഇത് മാത്രം എഴുതി വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഏത് ഓപ്ഷനാണ് ആൻസർ എന്ന് വരികയെന്ന്. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനത്തെ ഓപ്ഷൻ എ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഒക്കെ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? ചെയ്തത് മനസ്സിലായില്ലേ? അതായത് 2 പോയിന്റ് തന്നിട്ടുണ്ട്, അത് ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്: x1 plus x2 by 2, y1 plus y2 by 2. അതിൽ നമ്മൾ കോർഡിനേറ്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, പോയിന്റ്സ് തന്നിട്ടുണ്ടല്ലോ, പോയിന്റിന്റെ കോർഡിനേറ്റ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് എ 2 3 ആൻഡ് ബി 6 7 ഈസ്. അതായത് 2 പോയിന്റ്സ് ഉണ്ട്, ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് m ആണ്. സോ 2 പോയിന്റ്സ്, ഇപ്പൊ 2 പോയിന്റ് ആണ്, ഇത് എ, ഇത് ബി, ഇത് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് ആണ് കാണേണ്ടത്. സോ നമുക്കറിയാം എന്താണ് അതിന്റെ ഇക്വേഷൻ? m is equal to y2 minus y1 by x2 minus x1. ഇതാണല്ലേ സ്ലോപ്പിന്റെ ഇക്വേഷൻ? 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിന്റെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് എ ആൻഡ് ബി. അതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? x1 y1, ബിയുടെ കോർഡിനേറ്റ്സ് x2 y2. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്തായിരിക്കും? m is equal to y2 minus y1 by x2 minus x1 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? x1 y1 എന്താണ്? 2 3 ആണ്. അതുപോലെ തന്നെ x2 y2 എന്താണ്? 6ഉം -7ഉം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? y2 എന്ന് പറയുന്നത് -7 മൈനസ് y1 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് എത്രയാണ്? 6.
-2 which is equal to -10/4. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? -5/2 എഴുതി കൂടെ അല്ലേ? അപ്പോൾ നമ്മൾ ഗിവൺ ഓപ്ഷൻസിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലേ? -5/2 എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്തത് മനസ്സിലായില്ലേ? ഇതെന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റിലെ കോർഡിനേറ്റ്സ് ആണ്. അതാ ഇക്വേഷൻ. ഏതായിരുന്നു ഇക്വേഷൻ? കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് എങ്ങനെയാണ് കാണാം? x1 + x2/2, y1 + y2/2. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് ആണ്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 സെഗ്മെന്റ്സ് ഇക്വേഷൻ എന്തായിരുന്നു? m is equal to y2 - y1/x2 - x1. ഓക്കെ, ക്ലിയർ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ എഴുതാം, എന്നിട്ട് നമുക്ക് തന്ന വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. എന്നിട്ട് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ് അല്ലേ? ജസ്റ്റ് ഒന്ന് ഇക്വേഷനെങ്കിലും എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് 11/2 3/2 അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാം. ഓപ്ഷൻസ് നമ്മൾ എഴുതുന്നത് ചിലപ്പോൾ മാറിപ്പോവാം. അപ്പോൾ ഓപ്ഷൻ തെറ്റി കഴിഞ്ഞാലും നമ്മളവിടെ മേലെ ആദ്യം ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഏത് വെച്ചിട്ടാണോ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണോ നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇക്വേഷൻ എഴുതണം കേട്ടോ, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കുന്ന ആൾക്ക് ഈ കുട്ടിക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഇക്വേഷൻ കറക്റ്റാണ്, ഓപ്ഷൻ തെറ്റായാലും ഇക്വേഷൻ കറക്റ്റാണെന്നുള്ള ബേസിൽ ചിലപ്പോൾ മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇക്വേഷൻ എഴുതുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ആ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് therefore ഓപ്ഷൻ ഡി ഏതാണോ? ഓപ്ഷൻ ഡി ആണോ? ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഇവിടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അങ്ങനെ എഴുതുക ലാസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.